പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. ബിഗ് ഗൺസിന് ശേഷം മലയാളത്തിൽ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ നേടാൻ കെൽപ്പുള്ള നടനും കൂടിയാണ് ദുൽഖർ. നെഗറ്റീവ് റിവ്യൂ വന്ന കിങ് ഓഫ് കൊത്ത പോലും ആദ്യദിന കളക്ഷനിൽ മുന്നിട്ട് നിന്നിരുന്നു. ദുൽഖർ നായകനായ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരുന്നു. മലയാളത്തിലേക്ക് ദുൽഖറിന്റെ തിരിച്ചുവരവാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. RDXന്റെ വൻ വിജയത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. വൻ ബഡ്ജറ്റിലൊരുങ്ങുന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ചിത്രത്തിൽ ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ് പെപ്പയും ശക്തമായ വേഷത്തിലെത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. തമിഴ് സംവിധായകനും നടനുമായ മിഷ്കിനും ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന തരത്തിൽ റൂമറുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഈ വേഷത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നത് SJ സൂര്യ ആയിരുന്നു. എന്നാൽ പിന്നീട് SJ സൂര്യ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു. നഹാസ് ചിത്രത്തിന് ശേഷം സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാകും ദുൽഖർ ജോയിൻ ചെയ്യുക. പറവയ്ക്ക് ശേഷം സൗബിൻ സംവിധായക കുപ്പായമണി എന്ന ചിത്രത്തിന് മേലെയും ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിലെ മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളായ സമീർ താഹിർ നാലാമത് സംവിധായക കുപ്പായമണി എന്ന ചിത്രത്തിൽ ദുൽഖർ നായകനാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചാപ്പാക്കുരിശിലൂടെ സംവിധായക കുപ്പായമണിഞ്ഞ സമീർ പിന്നീട് ദുൽഖറിനെ നായകനാക്കി 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ദുൽഖർ സമീർ കൂട്ടുകെട്ടിൽ പിറന്ന ആദ്യ ചിത്രമായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിക്ക് ഇന്നും ആരാധകരേറെയാണ്. ഇതേ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച കലിയും വൻ വിജയമായി മാറി. ഇതേ കോംബോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ വൻ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് കരുതുന്നു.